മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഞങ്ങളെ ഇലക്ഷന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ ഒരു പ്രതീക്ഷകൾ? ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ പ്രതീക്ഷയിലാണ്. ഈ ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ ഇലക്ഷന് ബാക്കിയുള്ളൂ. അവസാന ഘട്ടത്തെ പരിപാടികളുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ കുണ്ടോട്ടിയിൽ നിയോജക മണ്ഡലത്തിലെ ഒരു നല്ല റോഡ് ഷോ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു. ആയിരങ്ങളാണ് അതിന് പങ്കെടുത്തത്. ഐക്യ ജനാധിപത്യത്തിനുവേണ്ടി എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള വൻ സ്വീകാര്യത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഇന്ത്യ മുന്നണിക്ക് അർപ്പിച്ചിട്ടുള്ള വിജയമാണ്. ദേശീയ തലത്തിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. വിദ്വേഷവും അകൽച്ചയും പ്രചരിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ് ഇപ്പോഴും ഇവിടെ അതിൻ്റെ അറുതി വന്നിട്ടില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി മത്സരിക്കുന്ന ആളാണല്ലോ, രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അറുതി വരുത്തുന്നതിന് വേണ്ടി ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. ജനങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയും വമ്പിച്ച വിജയം തന്നെ നേടും. നരേന്ദ്രമോദിയുടെ ഒരു വിദ്വേഷ പരാമർശം വലിയ രീതിയിൽ വിവാദമായി. പക്ഷേ അതിൽ പരാതി എടുക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല, പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല, ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അതിനെങ്ങനെയാണ് നോക്കുകയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും അതിനെ വിമർശിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പരാമർശം അനവസരത്തിലുള്ള ഒരു പരാമർശമാണ്. രാജ്യത്തെ ഒന്നിപ്പിക്കേണ്ട ആളാണല്ലോ അദ്ദേഹം, ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട ആളാണ്. എന്നാൽ സ്ഥാപിത നേട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വിദ്വേഷവും അകൽച്ചയും വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ഇലക്ഷൻ കമ്മീഷനാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഈ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ചിത്രത്തിൽ എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്? മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കും. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഐക്യ ജനാധിപത്യത്തിനുവേണ്ട വിജയമാണ്. ശക്തമായ വെല്ലുവിളി നേരിടുന്നെന്ന് പറയുന്ന വടകര പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും നല്ല പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. വൻപിച്ച വിജയം അവിടുത്തെ ഐക്യ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥിക്ക് ലഭിക്കും. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നമ്മൾ തന്നെയായിരിക്കും ഭൂരിപക്ഷം നേടുക. ഈ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന്റെ ഒരു ഭൂരിപക്ഷം അത് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോയിരുന്നു. ഇത്തവണ എങ്ങനെ ഉണ്ടാവും ഭൂരിപക്ഷം? ഇത്തവണയും അതേ ഭൂരിപക്ഷം ഇവിടെ ആവർത്തിക്കും. കാരണം വർത്തമാനകാല സാഹചര്യങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മലപ്പുറത്ത് ശ്രീ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും പൊന്നാനിയിൽ സമാധാനം. കാരണം ജനങ്ങൾക്കറിയാം ആരെയാണ് വിജയിപ്പിക്കേണ്ടതെന്ന്, പാർലമെൻറ്റിൽ ആരാണ് എത്തേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാം. അത് ശ്രദ്ധേയമാണ്, അത് വ്യക്തമാണ്. ടിയും സമദാനിയും തന്നെയാണ് മലപ്പുറത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് എത്തേണ്ടത്. പിന്നെ മലപ്പുറം ജില്ലയിൽപ്പെടുന്ന വയനാട് മണ്ഡലം അതിൽ ശ്രീ രാഹുൽ ഗാന്ധിയുമാണ് ജയിക്കേണ്ടതെന്ന് മലപ്പുറത്തെ ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഒരു കൊടിയുടെ വിഷയമൊക്കെ ഉയർന്നിരുന്നല്ലോ. ഇപ്പോൾ പലയിടത്തും അതൊരു പ്രശ്നങ്ങളായി മാറുന്നു. ഈ ലീഗിന്റെ കൊടി ലീഗ് പണയം വെച്ചു എന്നുള്ളൊക്കെ ഒരു ആരോപണമാണ് പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കൊടികളല്ല ഏറ്റുമുട്ടുന്നത്, തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങളാണ് ഏറ്റുമുട്ടുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരേ മനസ്സോടെ മുന്നോട്ട് പോവുക. ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ പല പ്രചാരണങ്ങളും നടക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ലീഗ് സമസ്ത വിഷയങ്ങളിലേക്ക്. എന്താണ്? അതിലൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയാം. ആ യാഥാർത്ഥ്യത്തിനനുസരിച്ചായിരിക്കും അവർ വിധിവെച്ച് നടത്തുന്നത്. നമ്മുടെ സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ MP ഉണ്ട്. എന്താണ് മണ്ഡലത്തിൽ അവസാനത്തിൽ തങ്ങൾ പറഞ്ഞ 100%? അതായത് വലിയ തോതിലുള്ള ആവേശമാണ് ആൾക്ക്. വമ്പിച്ച തോതിലുള്ള പെർഫോമൻസ് ഉണ്ടാവും, കളർഫുൾ വിക്ടറി ഉണ്ടാവും എന്ന കാര്യം സംശയമില്ല. ആ വിധത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മണ്ഡലത്തിൽ അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ? ഒരുപാട് ഈ തങ്ങൾ പറഞ്ഞ ദേശീയ പ്രശ്നങ്ങളും സ്റ്റേറ്റിലെ പ്രശ്നങ്ങളും രണ്ടും മണ്ഡലത്തിൽ മാത്രമല്ല എല്ലായിടത്തും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര വലിയ വിജയം കേന്ദ്രത്തിൽ ഉണ്ടാകുമെന്നും സംസ്ഥാനത്തുണ്ടാകുമെന്നും പറയാനുള്ള കാരണം തങ്ങൾ വിശദീകരിച്ച കാര്യം. ശുഭപ്രതീക്ഷയിലാണ്. വലിയ പ്രതീക്ഷയില്ല. എന്നാലും റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളുടെ മണ്ഡലത്തിൽ സജീവമാവുകയാണ് മുസ്ലിം ലീഗിന്റെ മലപ്പുറം സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ MP. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബുകളും ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഈ ഘട്ടത്തിൽ നിൽക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.